പിന്നെ വീഡിയോസ് ഒന്നും കാണാത്തതുകൊണ്ട് യു ഗൈസ് മൈറ്റ് ഹാവ് തോട്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് പോയി എന്ന്. പക്ഷേ ഇല്ല, ഞാൻ എന്താ വീണ്ടും വന്നിരിക്കുന്നു. ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം പീപ്പിൾ? ഇറ്റ്സ് എ ഫ്രൈഡേ അഗൈൻ. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ പോകാമുണ്ടായിരുന്നു. കുറച്ച് പണികൾ, കുറച്ച് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഐ തോട്ട് ബീച്ചിലൊക്കെ പോയിരുന്നു, ചിൽ ചെയ്ത് മെല്ലെ വീട്ടിൽ പോകാം. പ്രീവിയസ് ഡേ ഇവിടെ പല സ്ഥലത്തും ഫ്ലഡിങ് ഒക്കെ ആയിരുന്നു, കാരണം ഹെവി റെയിൻസ് ആൻഡ് സ്റ്റോം വാർണിംഗ് ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നും വെതർ അത്ര അടിപൊളിയൊന്നുമല്ല. ഐ ജസ്റ്റ് സ്പെൻഡ് സം ടൈം ദെയർ, ജസ്റ്റ് മീ അലോൺ, എൻജോയിങ് ദ വ്യൂ. കാറിനകത്തിരുന്ന്. And then I left. And വീട്ടിലേക്ക് വരുന്ന വഴി I went for a little grocery shopping as well. ഈ ആഴ്ചത്തേക്ക് ഇനിയൊന്നും നോക്കണ്ട, ഈ ആഴ്ചത്തെ ഗ്രോസറി പരിപാടികളെല്ലാം കഴിഞ്ഞു. യൂഷ്വലി ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ സൺഡേസ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. കമ്മിങ് ഡേയ്സ് എന്തൊക്കെ കുക്ക് ചെയ്യണം, എന്തൊക്കെ ആക്കണം, അങ്ങനെ. എന്നിട്ട് സൺഡേ ഗ്രോസറി ഷോപ്പ് ചെയ്യും. ഞാനൊരു ക്വിക്ക് ചേഞ്ച് ഓഫ് ഔട്ട്ഫിറ്റ് ചെയ്തു. Now we'll just go. നമുക്ക് അങ്ങനെ അമലിനെ പിക്ക് ചെയ്യാൻ പോവാം. Yeah, I hope it doesn't rain. What's up, girl? Girl? How was your day? Man, busy. എനിക്ക് നൂഡിൽ ക്രേവിങ് വന്നിട്ട്. അയ്യോ തരാ. Hi everyone. ഇന്നലത്തെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഗുഡ് മോർണിംഗ്. ഞാൻ ചായ വെച്ച അമലിന് ആവശ്യമുള്ള പഞ്ചസാര എല്ലാം ഇടാണ്. ചായ ഞാനുണ്ടാക്കി. ഞാനാ ചായ വെച്ചത്. പീപ്പിൾ തിങ്ക് ഞാൻ കുക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. ഇന്ന് ഞാൻ കാണിച്ചു എന്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ. സ്പെഷ്യൽ ചോറ് തിന്നാൻ പറ്റുക? I don't like ചോറ്. I like coconut rice. Basmati. എനിക്ക് വൈറ്റ് റൈസ് ഇഷ്ടമാണ്. മറ്റേ ഫോർ സം റീസൺ എനിക്ക് ബ്രൗൺ റൈസ് ഇഷ്ടമല്ല. It's a beautiful day with terrible weather. മഴയല്ലേ അല്ലേ ഇന്നത്തത്? യു സീ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. കുക്കിംഗ് ഉണ്ട്. സോ stay tuned. ഇന്നലെ ഗ്രോസറി ഷോപ്പിംഗ് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ സാധനമാണിത്. ആക്ച്വലി മുട്ടയല്ലേ, ലൈക്ക് ഫിഷ് അറിയില്ല. അമ്മ ഇത് കുക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ അമ്മ ചോദിച്ചു. കണ്ണൂര് മറ്റേ ഓൺലൈൻസ് കിട്ടുന്ന മറ്റേ സ്റ്റൈലിൽ മത്തി മുട്ട ഫ്രൈ പോയിട്ടില്ല. അടിപൊളിയാ. ക്ലോസ് അപ്പിലേക്ക്. It looks like brain. എനിക്ക് ലാമ്പിന്റെ ബ്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. Some മീനിന്റെ മുട്ട. I'm gonna put this in here. Oh wait, let me do a thumbnail with this. രണ്ടെണ്ണം വാങ്ങിച്ചു ഞാൻ. I've heard my grandmother ഒക്കെ പറയുന്നത് ഈ വലിയ മുട്ട കിട്ടുമ്പോ തോരനാക്കുന്നുള്ളത്. തോരൻ, you know what I'm right? ഫ്രൈ ചെയ്തോ? ദിസ് ഇസ് യോഴ്സ് നൗ. ഞാൻ അമ്മനോട് ചോദിച്ചത് വാങ്ങണോ. ഞാൻ ഈ സാധനം കണ്ടിട്ട് ഐ ആസ്ക്ഡ് അമ്മൻ, ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു, ഡു യു വാണ്ട് ദിസ്? ഞാൻ അമ്മനോട് ചോദിച്ചു. അപ്പൊ അമ്മൻ വാസ് ലൈക്ക് വാങ്ങിച്ചോ, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ച ഒരു സാധനമാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്. ആൻഡ് ദെൻ വാട്ട് വി ഗോട്ട് വാസ് എൻസി സ്കൂൾ ഷാർക്ക്. ഷാർക്കിന് മലയാളം പറഞ്ഞു സ്കൂൾ ഷാർക്കിന് പറഞ്ഞത്. ഓ ബൈ ദ വേ, ഇതിന് ഈ രണ്ട് കഷ്ണം മുട്ടയ്ക്ക് എത്ര $13 ആയത്. ദിസ് ഈസ് അറൌണ്ട് 440 grams ഉണ്ട് ഇത്. ഈ പിന്നെ ഈ ഷാർക്ക് 500 ഗ്രാമിന് എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് അറൌണ്ട് $12. ഓക്കെ, നമുക്ക് ഷാർക്കിൽ തന്നെ കൂടെ നമുക്ക് കറി വെക്കാം. ആൻഡ് എഗ് അമൽ എന്താ ചെയ്തോട്ടെ, എഗ് ഫ്രൈ ചെയ്യാൻ ഉറപ്പാണ്. ഇതിന്റെ പേര് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് എൻസി ഓൾഡ് സ്കൂൾ ഷാർക്ക് എന്നാണ്. അപ്പം ഇറ്റ് മേ നോട്ട് ബി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഷാർക്ക് ആവണമെന്നില്ല അല്ലേ? എന്തായിരുന്നു നാട്ടിൽ ഷാർക്കിന്റെ പേര്?
സ്രാവ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ മീനും കിട്ടും, ബട്ട് ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം വാട്ട് വി ഗെറ്റ്. അവിടെയൊക്കെ കിട്ടുന്നത് മത്തി, അയില അതൊക്കെ കിട്ടും. Most of the people want Amal to be in the video. ഞാൻ എന്ത് ചെയ്യാം? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീൻ ആവണമെന്നില്ല. ഇത് ഫില്ലറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് we don't like really get that ആ ഒരു അറേബ്യൻ സീ ഓർ ഇന്ത്യൻ ഓഷനിലൊന്നും കിട്ടുന്ന മീന് പോലെ അല്ല. നമ്മളിപ്പം ഇവിടുത്തെ പാക്കൻസി അതായത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം ഇതിനെ വരെ വൃത്തിയാക്കി തരുന്നത് കുറവാണ്. ദാറ്റ് ഇസ് സംതിങ് ഐ അവിടെ പോയാലല്ലേ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ സൂപ്പർ മാർക്കറ്റിൽ അവർ വൃത്തിയാക്കി തരില്ല. പ്ലേസസ് ലൈക്ക് ഓക്ലൻഡും ഹാമിൽട്ടണും അങ്ങനെ ഇന്ത്യൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ എത്രത്തോളം ഇന്ത്യൻസ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഓർ മേ ബി ഇവിടെ ദിസ് ഇസ് നോട്ട് അത്ര വലിയൊരു സിറ്റി അല്ല, മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷെ വി ഡു ഹാവ് എൻ ഓപ്ഷൻ. ഹോൾ ഫിഷിന് അത്ര വിലയുമില്ല കേട്ടോ. നമ്മൾ ഈ ഫില്ലറ്റ് വാങ്ങുമ്പോഴാണ് വില കൂടുതൽ. ഇവിടെ തൊട്ടടുത്ത് എഗ്മോൺ സീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ലൈക് ദേ ഇമ്പോർട്ട് ഫിഷ്. അവിടെ നിന്ന് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. ഈ സ്കെയിൽസ് കളയാനാണ് ഈ മീനിന്റെ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ഒരു സ്മോൾ സ്പേസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മുളകിട്ട മീൻകറി വൈബാണ്. This is the coconut oil we get here. Add some coconut oil. I'm just going to turn on this. ചിലപ്പോൾ ഇതിന്റെ ഒത്തിരി സൗണ്ട് ഉണ്ടാവും. This is ഉലുവ. Add some കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളക്. അപ്പൊ ഫ്രോസൺ പച്ചമുളക്, അതുകൊണ്ട് അങ്ങനെ പടപടെ പൊട്ടുന്നത് കേട്ടോ. കറിവേപ്പില. Then you can add your ഉള്ളി. അമൽ നമ്മുടെ അവിടുത്തെ മീൻ മുട്ടയ്ക്കുള്ള പരിപാടികൾ ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് സോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ആഡ് സം ഉപ്പ് മെയിൻ ഹീറോ കശ്മീരി ചില്ലി, നോട്ട് ദ നോർമൽ ചില്ലി. കീപ് ഇൻ മൈൻഡ് കശ്മീരി ചില്ലിയാണ് മെയിൻ. ചിലവര് കൊറിയാണ്ടർ പൗഡർ കൂടുതൽ ഇടുന്നത് കാണാം, ബട്ട് ഐ പ്രിഫർ കശ്മീരി ചില്ലി ബിക്കോസ് ഐ ലൈക്ക് ഐ ഡോണ്ട് റിയലി ഐ എം നോട്ട് എ ചോറ് കറി പേഴ്സൺ. ബട്ട് അമലിന് ഇഷ്ടം കശ്മീരി ചില്ലി. ചൂടുള്ള ഒഴിച്ച് കുടംപുളി സോട്ടായി വന്നിട്ടുണ്ട്. നൗ വി ക്യാൻ ആഡ് നമ്മുടെ നിങ്ങൾക്ക് കൂടിപ്പോയെന്ന് തോന്നി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ദാറ്റ്സ് വാട്ട് ഐ ഡു. ഐ എം നോട്ട് എ പ്രൊഫഷണൽ. ഓക്കെ, ഞാൻ കുക്കിംഗ് പഠിച്ചിട്ട് 1.5 കൊല്ലം ആവുന്നേ ഉള്ളൂ. ഈ ഒരു പരുവം നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടണം. പീൽ ടൊമാറ്റോസ്. തക്കാളിക്ക് വില കൂടുതലായതുകൊണ്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളി തക്കാളി യൂസ് ചെയ്യാം. ബട്ട് ഐ ലൈക്ക് ദിസ് വൺ മോർ. കാരണം ദിസ് ഇസ് ലൈക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഇത് നമുക്ക് കിട്ടും. ആൻഡ് വി ജസ്റ്റ് ഹാവ് ടു ഇതങ്ങിട്ട് ഒരുപാട് ഇങ്ങനെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഐ ലൈക്ക് ടു ഇങ്ങനെ അണിയൻ കാരമലൈസ് ചെയ്യുന്നത് പോലെ. ഉപ്പ് ഇട്ടിരുന്നു, ബട്ട് ഉപ്പ് കൊറിയാണ്ടർ പൗഡർ നമ്മൾ ഇടാൻ മറന്നുപോയി. കൊറിയാണ്ടർ പൗഡർ ശരിക്കും പറഞ്ഞാല് കറി കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. മോർ യു സെറ്റാക്കി മൊത്തം അങ്ങ് പിടിച്ച് ദ മോർ ടേസ്റ്റി ദ കറി വിൽ ബി. അപ്പോൾ നമുക്ക് മീനിടാം. മാറിനേറ്റ് ആവട്ടെ അങ്ങോട്ട്. ഐ ആഡ് എ ലോട്ട് ഓഫ് ഗാർലിക് ആൻഡ് ഇഞ്ചി. സ്പെഷ്യലി മീൻ കറിക്ക് ഇഞ്ചിയാണ് കൂടുതൽ വേണ്ടത്, ബട്ട് ചിക്കൻ കറിക്ക് ഗാർലിക് ആണ് കൂടുതൽ വേണ്ടത്. ഓൾസോ കറിവേപ്പില. ഓക്കെ, ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ച ആ കൊടംപുള്ളി അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. ആൻഡ് ദെൻ ഓൾസോ ആഡ് സം മോർ വാട്ടർ മുങ്ങിക്കിടക്കാൻ. ആൻഡ് ആ സമയം വി ക്യാൻ ആഡ് എ ലിറ്റിൽ മോർ കറിവേപ്പില. ആൻഡ് ദെൻ ലെറ്റ് ഇറ്റ് ബുളും ആവട്ടെ. മേ ബി വേണമെങ്കിൽ കുറച്ചുകൂടി വെളുത്തുള്ളി ഇഞ്ചിട്ട് ഇടാട്ടോ. നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റാം. എന്നിട്ട് അമൽ അവിടെ മുട്ട റെസിപ്പി നോക്കുന്ന അതിൻ്റെ ഇടക്ക് അമലിന്റെ താടിയെല്ലാം പോയി ചെയ്തു. മീൻകറി ആവുന്ന നേരം കൊണ്ട് നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വെക്കാം നമുക്ക്. ആൻഡ് ദെൻ ഓൾസോ ഈ മീൻ മുട്ട പരിപാടി ഇവിടെ ഒരാൾ ചെയ്യുന്നുണ്ട്.
ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ എങ്ങനെ ഉണ്ടാവാന്ന്. ഒന്നുകിൽ നമ്മൾ ഫ്രൈ ആക്കും അല്ലെങ്കിൽ തോരൻ, വറവ്. നമ്മൾ കണ്ട് വറവെന്ന് പറയട്ടാ. എന്തെല്ലാം തോരൻ വറവുണ്ടാക്കാം നമുക്ക്. ആ മീൻ വറവോ? എടി തോരൊന്നും അറിയില്ല, വറവ് എന്നുള്ളതിന് പറയാ. ചോദിക്കുവാണെങ്കിൽ പീപ്പിൾ ഫ്രം കണ്ണൂർ. ശരിയാ, ഐ എം ഓൾസോ ഫ്രം കണ്ണൂർ, ബട്ട് ഐ ഡോണ്ട് ഹാവ് ദാറ്റ്. സോ ഹി ഹാസ് ദാറ്റ് എല്ലാ കണ്ണൂർ നല്ല തലശ്ശേരി ഭാഷ. എന്തൊരു സാധനം പറഞ്ഞത്. ഇതൊന്ന് ഇതിന്റെ കൂടെ ചേർത്തിട്ടാ ഞാൻ കുറച്ചുകൂടി മലയാളം പഠിച്ചത്. ആദ്യം നമ്മളത് നല്ല കോക്കനട്ട് എല്ലാം വെളിച്ചെണ്ണ ഇടുക. ഫിറോസ് ഖാന്റെ വീഡിയോ കണ്ടാ ഞാൻ കുക്കിങ്ങിന് ഭയങ്കര ഇത് തുടങ്ങി. പണ്ടൊന്നും അങ്ങനെ കുക്ക് ചെയ്യാൻ അറിയില്ല, പഠിച്ചാന്ന് ജീവിതം. ചെറിയുള്ളി, അതില് ഒരു നോർമൽ ഉള്ളിയുണ്ട്, ഷാലോട്ട്സും വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി ഇട്ടത് ഇടുമാറിക്കാൻ. ഐ ജസ്റ്റ് റിയലൈസ്ഡ് അമൽ ഇപ്പം ഇതിന് മഞ്ഞപ്പൊടി ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. മഞ്ഞപ്പൊടി ഇട്ടില്ല മീൻകറി തീർന്നെന്ന് അർത്ഥം. ആണോ? മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി മീൻകറിയിൽ. പക്ഷെ സാരമില്ല, എന്റെ മീൻകറി കാണിച്ചു തരാം. ഇങ്ങനെ തിളച്ച് അതിന്റെ എണ്ണ ഇങ്ങനെ പൊങ്ങി വിളകിനെ, എന്നാലാണ് നമ്മുടെ മീൻ കറി ആയി എന്ന് നമുക്കറിയാം. മഞ്ഞപ്പൊടി, മുളക് പൊടി. ഞാനവിടെ നിങ്ങളെ തീരുമ്പോഴേ കോമഡീസാണ്. നമ്മുടെ മീൻ മുട്ട ഇതാ ഈ പരുവമായിരിക്കുന്നു. ഞാൻ എന്തുണ്ടാക്കുമ്പോ വർഷം അങ്ങനെ ഇല്ല, ഇതിലിടണോ അതിടണോ. ഉണ്ടാക്കും ഞാൻ ഒന്നും പറയില്ല. ഇവിടെ കട നോക്കിയാ ഞാൻ കേട്ടാ തോരനാക്കുന്നു. എനിക്ക് പൊരിക്കണത് ആകോ, പക്ഷെ അവിടെ വിട്ടില്ല. ആര് മണമിരുന്നല്ലോ മറ്റേ എന്തിലും എന്തൊരു ക്വാണ്ടിറ്റിയാണ്. ഞാൻ കൈ വെച്ചാൽ അതിൽ ഐശ്വര്യം വരുള്ളൂ. അതിപ്പോ എന്ത് സാധനമായാലും എന്റെ കയ്യിൽ അത് എന്റെ കൈ അതിൽ വേണം. ഇപ്പൊ തന്നെ നോക്ക്, എന്താ ഞാനൊന്ന് ഇളക്കിയതേ ഉള്ളൂ ഞാൻ. അപ്പത്തേക്കും ഈ സാധനത്തിൽ നമ്മള് തേങ്ങ ആഡ് ചെയ്തു കേട്ടോ. കണ്ടോ? ഇനി കുറച്ചുകൂടി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടാൽ ടേസ്റ്റ് സോ ഗുഡ് ഇൻഷാല്ലാ. കുക്കിങ്ങിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ. സംഭവം ചെറിയ ചെറിയ ടിപ്സ്, ഇതൊക്കെ ഞാൻ ഒരു കൊല്ലം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. 1.5 കൊല്ലം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഐ ഡിഡ്ന്റ് നോ എനിത്തിങ്, ലിറ്ററലി നത്തിങ്. ഞാൻ ആദ്യമായിട്ട് എന്താ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഞാൻ മോര് കറി ആക്കി ആദ്യമായിട്ട്. അതുപോലെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇപ്പം എനിക്കൊരു ചായ വെക്കാൻ അറിയില്ല. ഞാൻ അവരോട് വേണമെങ്കിലും പറയും ഐ മേക്ക് ദ വേർസ്റ്റ് ചായ. ബിക്കോസ് ഞാൻ ചായ കുടിക്കാറില്ല, എനിക്ക് ചായ വെക്കാനും അറിയില്ല. ഒരു കുളിയും കഴിഞ്ഞു, കുക്കിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇറ്റ്സ് ഓൾമോസ്റ്റ് 5:15. റൈസ് റെഡിയാണ്, കറി റെഡിയാണ്, ആൻഡ് ഇവിടെ മുട്ടത്തോരൻ റെഡിയാണ്. പക്ഷേ ഒരു സാധനം മാത്രം ഇല്ല. എന്താത്? അച്ചാറില്ലാണ്ട് അപ്പൂട്ടിന് ചോറിറങ്ങില്ല പോലും. ഇന്ത്യൻ സ്റ്റോറിലൊന്ന് പോണം അച്ചാർ വാങ്ങാൻ. കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. വി ആർ സർവൈവിങ് ഇൻ ഒരു ഗ്ലാസ് ഓഫ് സ്മൂതി. ആൻഡ് ഓൾസോ ഒരു സാധനം കൂടി വാങ്ങാനുണ്ട്. അതെവിടെ തിരി കാണിക്കാം. ഞങ്ങളവിടെ ഒരു സാധനം വാങ്ങാവുന്നതാണ്. ഞങ്ങളുടെ എയർ മാട്രസ് അത് പഞ്ചറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു DIY ഒരു പഞ്ചർ കിറ്റ് എമർജൻസി ബെഡ് ഞങ്ങളുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇപ്പോൾ നമുക്ക് ഇപ്പം സ്പെഷ്യലി നമ്മുടെ റെൻറ്റിൽ താമസിക്കുന്നത് കൊണ്ട് ഈസി ടു മൂവ് ആൻഡ് എവറിത്തിങ് ഞങ്ങൾ ചൂസ് ചെയ്തത് എയർ മാട്രസാണ്. സോ അത് എന്തോ സർക്കസ് കളിച്ച് അത് പഞ്ചറായി.
സോ ഇറ്റ് കോസ്റ്റ് $20. നമുക്കൊരു അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ്. ആൾക്ക് ക്യാമറ ഷൈയാണ്, ഇപ്രാവശ്യം വരാൻ താല്പര്യമില്ല. മേ ബി സം അതർ ഡേ. ഹി ഈസ് എ സിംഗിൾ ഹാൻസം മാൻ. ഞാൻ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് DIY ചെയ്യാന്നുള്ളൊരു പ്ലാൻ ആണ്. ഐ ഡോണ്ട് നോ ഇത് വർക്ക് ആവോ ഇല്ലയോ എന്ന്. വിൽ ജസ്റ്റ് സീ. എന്താ ഞാൻ ഷോ യു ഇന്ത്യൻ സ്റ്റോറിൽ എന്തൊക്കെയാണ് വാങ്ങിച്ചത്. ഇതെല്ലാം അമ്മയിൽ വാങ്ങിച്ച സാധനങ്ങളാണ്. മിച്ചർ, മുറുക്ക്, പുട്ടുപൊടി, പെപ്പറൊക്കെ തീർന്നിരുന്നു, ചെറുപയർ, ചിക്കൻ സ്റ്റോക്ക്, and then we have this one. ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ്. പുഴുങ്ങിയ പഴത്തിൻ്റെ അകത്ത് they cut open and stuff in with coconut and everything. വിശന്ന റോക്കി അല്ലാതാവും. ഞാൻ ചപ്പാത്തി ആക്കി ഫ്രീസ് ചെയ്യാറുണ്ട്. Might sound strange, but why not? So this is my freezer chapati. ഗസ്റ്റിനെ കാണിക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് പുള്ളി ഹിസ് നെയിം ഇസ് അക്ഷയ് രമേശ്. ഗേൾസ് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് മൈ ചപ്പാത്തി. ഇതാണ് അമലിന്റെ പ്ലേറ്റ്. And this is mine. മീൻകറി എങ്ങനെയുണ്ട്? രസമുണ്ട്. നിന്റെ സാധനം ഉണ്ടാക്കാൻ തരാമെന്നില്ല. സാമ്പാർ ഞാൻ ഫ്രീസ് ചെയ്തതാണ്. അത്രക്കാരനതാക്കുമ്പോ നമ്മളിത് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. കിടക്കുമ്പോ പഞ്ചറായാലൊക്കെ. സോ ഇതിന്റെ സെറ്റിലുണ്ട് ആൽക്കഹോൾ പാക്കിനകത്തുണ്ട്. ഇതെന്താ? ഓക്കെ, ക്ലീൻ ദി സർഫേസ് ടു ബി റിപ്പയർഡ് വിത്ത് ആൻ ആൽക്കഹോൾ പാഡ്. നോക്കണം. സർഫേസ് ടെമ്പറേച്ചർ മെറ്റീരിയൽ ടു ബി ടയർ ഓൺ എഡ്ജ്. നമ്മളെ പാച്ച് ഫിക്സ് ചെയ്തു. ഇത് ഫിക്സ് ചെയ്തിട്ടും ഇതിങ്ങനെ ഒരു ജോയിന്റ് ആയതുകൊണ്ട് ഇതിലൂടെ കാറ്റ് പോകുന്നുണ്ടായിരുന്നു. സോ വി ഡിഡ് സംതിങ് ലൈക്ക് ദിസ്. ആസ് യു ക്യാൻ സീ നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കിയപ്പോൾ നമ്മുടെ എയർ മാട്രസ് ഡീപ്ലേറ്റ് ആയി. അക്ഷയ് സ്റ്റേ ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ്ന്റ് ഹാവ് എൻ ഓപ്ഷൻ. അക്ഷയ് അതിലായിരുന്നു കിടക്കേണ്ടി വന്നത്. ആൻഡ് ഏതോ പാതിരാത്രി മെല്ലെ അത് ഡീപ്ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അക്ഷയ് ഹാഡ് ടു സ്ലീപ്പ് ഓൺ ദ കൗച്ച്. ആൻഡ് മോർണിംഗ് നമ്മൾ നോക്കുമ്പം ഇത് ഇങ്ങനെയായിരുന്നു അവസ്ഥ. മേ ബി ഉടനെ ഓൺലി 50% അഡ്ഹസീവ് മാത്രമേ ഇൻക്ലൂഡ് ആയിരിക്കുള്ളൂ. 24 hours കഴിഞ്ഞാൽ മാത്രമേ അത് 100% ആവുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്ര കാര്യമാക്കി എടുത്തില്ല. ബട്ട് ഞാൻ ഇപ്പൊ ഇൻഫ്ലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം മേ ബി 24 hours കഴിഞ്ഞത് കൊണ്ടായിരിക്കാം അത് ഫുള്ളി ഒട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ബട്ട് അത് യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ അവസ്ഥ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേസ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. പാസ്റ്റ് 1 2 3 days, Friday, Saturday, today is Sunday. എനിക്ക് ഇന്നലെ രാത്രി ഔട്ട്റോ എടുക്കാൻ പറ്റിയില്ല. വി ഗോട്ട് ബിസി. ഇറ്റ്സ് സൺഡേ. നല്ല അടിപൊളി വെതറാണ്. ആൻഡ് ഐ ആം ഹിയർ വിത്ത് മൈ ക്രീമി മാച്ച ബോബ എൻജോയിങ് ദ സൺ. നല്ല കാറ്റാണ്. ആസ് ഐ സെഡ് ഏർലിയർ, ഇവിടെ കുറച്ച് ദിവസമായിട്ട് സ്റ്റോമും ഹെവി റെയിനും ഫ്ലഡിങ് ഒക്കെ ആയതുകൊണ്ട് അമലിന് ഒരു എമർജൻസി ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വന്നു. ആൻഡ് വെറുതെ ഞാൻ വണ്ടി കയറിയിരുന്നതാണ്. കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. I don't understand ഈ തണുപ്പത്ത് ഈ സാധനം എങ്ങനെ ട്രൗസർ ഇട്ട് നടക്കും. And that's it for today's video. Hope you guys enjoyed it. See you soon.